ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സൂര്യദേവമഠം കുബേരാശ്രമം ആയൂർ കൊല്ലം. ഭക്തിയും പ്രകൃതിയും ഒന്നാകുന്ന അപൂർവ കാഴ്ച ഒരുക്കുകയാണ് ശബരിമല സന്നിധാനത്തെ ശബരിനന്ദനം. അയ്യനെ തൊഴാനെത്തുന്ന ഭക്തർക്ക് മനം കുളിരുന്ന അനുഭൂതിയാണ് ഈ പൂന്തോട്ടം നൽകുന്നത്. പാണ്ടിത്താവളത്തേക്കുള്ള പടികയറിയെത്തി ഇടത്തേക്ക് തിരിയുമ്പോഴാണ് ശബരിനന്ദനം എന്ന ഈ പൂന്തോട്ടം. 39 സെന്റ് സ്ഥലത്താണ് ശബരിനന്ദനം സ്ഥിതി ചെയ്യുന്നത്. 70 മീറ്റർ നീളവും 22.5 മീറ്റർ വീതിയുമുള്ള പൂന്തോട്ടത്തിന് 1575 ചതുരശ്ര മീറ്ററാണ് വിസ്തീർണം. 1200 മുല്ല, 750 റോസാച്ചെടികൾ, 1000 ചെത്തി തുടങ്ങിയവയാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നതെന്ന് മരാമത്ത് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ ജി മനോജ് കുമാർ പറഞ്ഞു. ജമന്തി, തുളസി എന്നിവയുമുണ്ട്. മരാമത്ത് വിഭാഗമാണ് പൂന്തോട്ടം പരിപാലിക്കുന്നത്. പൂജാപുഷ്പങ്ങളാണ് പൂന്തോട്ടത്തിലുള്ളത്. പുഷ്പാഭിഷേകത്തിനും മറ്റും പുറത്തുനിന്നാണ് പൂക്കൾ എത്തിക്കുന്നതെങ്കിലും പൂജയ്ക്കും മറ്റു കർമ്മങ്ങൾക്കും ആവശ്യമെങ്കിൽ ഇവിടെ നിന്ന് പൂക്കൾ ശേഖരിക്കാമെന്ന് മനോജ് കുമാർ പറഞ്ഞു. ഗണപതി ഹോമത്തിന് ഉപയോഗിക്കുന്ന ശംഖുപുഷ്പവും നട്ടിട്ടുണ്ട്. ഇത് നമ്മൾ കള കയറാതിരിക്കാൻ വേണ്ടി മൾച്ചിൻ്റെ ഷീറ്റ് ഇട്ടാണ് പരിപാലിച്ചിരിക്കുന്നത്. കൂടാതെ ഇത് നനയ്ക്കാൻ വേണ്ടി നമ്മൾ 40ഓളം സ്പ്രിംഗ്ലർ ഉപയോഗിച്ചാണ് ഇത് നനയ്ക്കുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ചെടികൾ നട്ടത്. ഗോശാലയിൽ നിന്നുള്ള ചാണകവും മറ്റുമാണ് ചെടികൾക്കുള്ള വളം. പ്രാണികളുടെ ശല്യം ഒഴിവാക്കാൻ ബന്ദിയും ചുറ്റും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. വളമിടൽ, വെള്ളം നനയ്ക്കൽ ഉൾപ്പെടെ പൂന്തോട്ടം പരിപാലിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ അടിച്ചിപ്പുഴ സ്വദേശി TS സജിത്താണ്. കേരള വിഷൻ ന്യൂസ്, സന്നിധാനം. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സൂര്യദേവമഠം കുബേരാശ്രമം ആയൂർ കൊല്ലം.